Hi friends, Cherry Media on the YouTube channel like you went to Sago. Upon the Mullen different light achaar beef in the pala items of the Mulligan about beef in the achaar, variety beef in the achaar on the chain. Video. Okay, beef on the curry to ground night. So, we achaar and Pagatinicher that I didn't know. On the chore, my boga on the regular curry with cake. Okay, but I'm a room, I'll tell you with the curry in the chore, and make a point in the very part of the matter. Okay, we beef and curry chore make a point in there. A penny number delicate or more teaspoon Sada Mola Goody church under. With like or a teaspoon manya pudicher turganande. Root and a teaspoon uppucher turganande. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, നമ്മളിത് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ ഒന്ന് കുറച്ച് നേരം വേവിക്കുകയാണ്. നേരിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല, കുക്കറിൽ ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇത് കൊണ്ടുപോയി കുക്കറിൽ വേവിക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ബീഫ് കുക്കറിൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 10 പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഈ കാണുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി. നമ്മളൊരു 6 പീസ് ഇഞ്ചി, അതായത് ഏകദേശം ഒരു 50 ഗ്രാം ഇഞ്ചി ഉണ്ടാവും, അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. കാണുന്ന പോലെ നീളത്തിൽ അരിഞ്ഞാൽ മതി. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഒരു 150 ഗ്രാം വെളുത്തുള്ളി ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇഞ്ചി പച്ചമുളക് ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടപ്പ് കത്തിച്ചിട്ടുണ്ട്, ചട്ടി വെച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 250 ഗ്രാം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കണത്, ഒഴിച്ച് കൊടുക്കണത്. നല്ലെണ്ണയാണ്. അപ്പോൾ ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആദ്യം കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ബീഫ് ഇട്ട് ചേർത്ത് കൊടുക്കണേ. ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇത് കുക്കറിലിട്ട് കുറച്ച് വേവിച്ചതാണ്. അപ്പോൾ പകുതിയായിട്ടേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് വെറുതെ മറിച്ച് ഇട്ട് കൊടുക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യം ഇട്ട ബീഫ് ശരിക്കും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കത് കോരിയെടുക്കണേ.
അപ്പോൾ ഓക്കെ, ബാലൻസുള്ള ബീഫും കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. ഓക്കെ, ബാലൻസ് ഉണ്ടായ ബീഫും കൂടെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും കൂടി കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബീഫൊക്കെ കോരി എടുത്തു. പിന്നെ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ നിന്ന് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ചെണ്ണ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണ്ടേ. ഓക്കെ, ഇനി പച്ചമണം പോകുന്ന വരെ ഇളക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണ്ടേ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അത് ഇതിലേക്കായിട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ബീഫിൽ ചേർത്തതായിരുന്നു. പോരെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം പിന്നീട്. ഇതിലേക്കായിട്ട് ലേശം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ച് പാകത്തിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു. നമ്മൾ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണഗതിയിൽ അച്ചാറുകൾ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 24 മണിക്കൂറെങ്കിലും വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരുള്ളൂ. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. സാധാരണഗതിയിൽ അച്ചാറുകളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 24 മണിക്കൂറെങ്കിലും ഇരിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് അത്രയും സമയം സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ദിവസമൊക്കെ വെച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചേട്ടന്മാരുണ്ട്, അവരെ വിളിക്കാം. രണ്ടുപേരും പോയോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചു നോക്ക്, കഴിച്ചു പറയും. സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പറയും? അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.